നമസ്കാരം. മാനവരാശിയുടെ ഏറ്റവും വലിയ ശാസ്ത്രീയ സ്വപ്നങ്ങളിലൊന്നാണ് അന്യഗ്രഹങ്ങളിലെ, പ്രത്യേകിച്ച് ചൊവ്വയിലെ ജീവൻ്റെ സാന്നിധ്യം കണ്ടെത്തുക എന്നത്. ഇതിനായി ദശകങ്ങളായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഉൾപ്പെടെയുള്ള ആഗോള ബഹിരാകാശ ഏജൻസികൾ വലിയ തുക മുടക്കി അതിനൂതനമായ പേടകങ്ങളും റോവറുകളും ചൊവ്വയിലേക്ക് അയക്കുന്നു. എന്നാൽ നമ്മൾ അയക്കുന്ന ഈ പേടകങ്ങൾ ഭൂമിയിൽ നിന്നുള്ള അണുക്കളെ അന്യഗ്രഹങ്ങളിലേക്ക് വഹിച്ചു കൊണ്ടു പോകുന്നുണ്ടോ എന്ന ഗൗരവകരമായ ഒരു ചോദ്യം ശാസ്ത്രലോകത്ത് ഉയർന്നു വരുന്നുണ്ട്. ഗ്രഹസംരക്ഷണ നയം എന്ന് വിളിക്കപ്പെടുന്ന ഈ മേഖല ബഹിരാകാശ ദൗത്യങ്ങളിൽ അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ചൊവ്വയെ പോലെയുള്ള ഒരു ഗ്രഹത്തിൽ ഭൂമിയിൽ നിന്നുള്ള സൂക്ഷ്മജീവികൾ എത്തുന്നതിനെ ഫോർവേഡ് കണ്ടാമിനേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത്തരം അണുക്കൾ ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അന്യഗ്രഹ അണുക്കളാണ്. ഇവ ചൊവ്വയുടെ ഉപരിതലത്തിൽ നിലനിൽക്കുകയും അവിടെയുള്ള തനതായ ജീവനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്താൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാകും. ബഹിരാകാശ പേടകങ്ങൾ അസംബിൾ ചെയ്യുന്ന സ്ഥലങ്ങൾ അങ്ങേയറ്റം ശുചിത്വമുള്ളവയായിരിക്കണമെന്ന് അടിസ്ഥാനപരമായ നിയമമുണ്ട്. ഇതിനായി ക്ലീൻ റൂമുകൾ എന്ന പ്രത്യേക സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. വായുവിലെ പൊടിപടലങ്ങളെയും സൂക്ഷ്മജീവികളെയും പൂർണ്ണമായും ഒഴിവാക്കാൻ പോസിറ്റീവ് പ്രഷർ നിലനിർത്തുകയും രാസ അണുകീടനാശിനികൾ ഉപയോഗിച്ച് തുടർച്ചയായി അണുവിമുക്തമാക്കുകയും ചെയ്യുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ പ്രത്യേക സുരക്ഷാ വസ്ത്രങ്ങൾ ധരിക്കുകയും ഉള്ളിലേക്ക് എത്തുന്ന എല്ലാ വസ്തുക്കളും അൾട്രാവയലറ്റ് രശ്മികളും ചൂടും ഉപയോഗിച്ച് വന്ധ്യകരണം നടത്തുകയും ചെയ്യുന്നു. ഇത്രയും കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലും ചില സൂക്ഷ്മജീവികൾ ഈ പ്രതിരോധങ്ങളെ അതിജീവിച്ച് അതിജീവനം നടത്തുന്നുണ്ട് എന്നതാണ് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ചൊവ്വയിലെ റോവർ പെർസീവറൻസ് അസംബിൾ ചെയ്ത ക്ലീൻ റൂമുകളിൽ പോലും ചില തരം പൂപ്പലുകൾ കണ്ടെത്തിയത് ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ പരിമിതികളെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ വിഷയത്തിൽ ഫ്രീ യൂണിവേഴ്സിറ്റി ബെർലിനിലെ ആൻഡ്രിയാസ് എൽസേസർ, നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ കസ്തൂരി വെങ്കടേശ്വരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം നടത്തിയ പഠനം അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ബഹിരാകാശ പേടകങ്ങളുടെ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിച്ച 27 തരം പൂപ്പലുകളെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാണപ്പെട്ട ഒരു പൂപ്പൽ ഇനത്തെയും ഇവർ ചൊവ്വയിലെ അതികഠിനമായ സാഹചര്യങ്ങൾക്ക് സമാനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. ചൊവ്വയിലെ തീവ്രമായ അൾട്രാവയലറ്റ് വികിരണങ്ങൾ, -60 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിലുള്ള വ്യതിയാനങ്ങൾ, ജലാംശമില്ലാത്ത അവസ്ഥ, ഓക്സിഡൈസിങ് സ്വഭാവമുള്ള മണ്ണ്, അയണൈസിങ് റേഡിയേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഇവയെ പരീക്ഷണത്തിന് വിധേയമാക്കിയത്. പഠന വിധേയമാക്കിയ സൂക്ഷ്മജീവികളിൽ ആസ്പെർജെല്ലിസ് കലിഡോസ്റ്റാസസ് എന്ന പൂപ്പൽ വർഗം അസാധാരണമായ പ്രതിരോധ ശേഷി കാണിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി. 1440 മിനിറ്റ് വരെ നീണ്ടുനിന്ന തീവ്രമായ അൾട്രാവയലറ്റ് വികിരണങ്ങളെ അതിജീവിക്കാനും ചൊവ്വയിലെ അന്തരീക്ഷ അവസ്ഥകൾക്ക് സമാനമായ സാഹചര്യങ്ങളിലും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന റേഡിയേഷൻ ഡോസുകളെ നേരിടാനും ഈ പൂപ്പലിന് സാധിച്ചു. ഈ പഠനം തെളിയിക്കുന്നത് നമ്മുടെ ക്ലീൻ റൂമുകളിൽ കാണപ്പെടുന്ന ചിലതരം പൂപ്പലുകൾക്ക് ഭൂമിയിൽ നിന്ന് വിക്ഷേപണം നടത്തി ബഹിരാകാശത്തിലൂടെ യാത്ര ചെയ്ത് ചൊവ്വയുടെ ഉപരിതലത്തിൽ എത്തുന്നത് വരെ അതിജീവിക്കാൻ കഴിയും എന്നതാണ്. ഈ സാഹചര്യത്തിൽ എത്ര കടുത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാലും ചില സൂക്ഷ്മജീവികൾ ചൊവ്വയിൽ എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. നിലവിൽ ഗൃഹസംരക്ഷണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഭൂരിഭാഗവും ബാക്ടീരിയകളുടെ സ്പോറുകളെ ലക്ഷ്യമിട്ടുള്ളതാണ്. എന്നാൽ പൂപ്പലുകൾക്ക് ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി കൂടുതലാണെന്ന് ഈ പഠനം അടിവരയിടുന്നു. ബഹിരാകാശ ദൗത്യങ്ങളിലെ വന്ധ്യംകരണ രീതികൾ കാലോചിതമായി പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. ചൊവ്വയിൽ ജീവൻ്റെ തുടിപ്പുകൾ അന്വേഷിക്കുന്ന നമ്മൾ ആ ദൗത്യത്തിനിടയിൽ ഭൂമിയിലെ ജീവനെ അവിടേക്ക് അറിയാതെയെങ്കിലും എത്തിക്കുന്നു എന്നത് ഒരു വിരോധാഭാസമാണ്. മനുഷ്യൻ്റെ ശാസ്ത്രീയമായ ജിജ്ഞാസയ്ക്ക് മറുപടി ലഭിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ആ പരിസ്ഥിതിയെ കളങ്കപ്പെടുത്താതിരിക്കുവാൻ കൂടുതൽ സൂക്ഷ്മത ആവശ്യമാണ്. വരും തലമുറയിലെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക്, പ്രത്യേകിച്ച് മനുഷ്യനെ ചൊവ്വയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ കണ്ടെത്തൽ പുതിയൊരു സുരക്ഷാ പാഠമാണ് പകർന്നു നൽകുന്നത്. അന്യഗ്രഹ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും ഒപ്പം നമ്മൾ നടത്തുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ വിശ്വസ്തത ഉറപ്പാക്കാനും ഇത്തരം പഠനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. വെബ് ഡെസ്ക് തത്വമയി TV.